ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥവാദം തള്ളി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ ചർച്ചയിലാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. Now, I want to make two things very clear, sir. One, at no stage in any conversation with the United States was there any linkage with trade and what was going on. Secondly, there was no call between the Prime Minister and President Trump from the 22nd of April when President Trump called up to convey his sympathy, and the 17th of June when he called up Prime Minister in Canada to explain why he could not meet. വിദേശകാര്യമന്ത്രി സംസാരിക്കുന്നതിനിടെ ചോദ്യങ്ങളുമായി എത്തിയ പ്രതിപക്ഷത്തോട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ക്ഷുഭിതനായി. രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി സംസാരിക്കുമ്പോൾ അത് കേൾക്കണമെന്ന് മന്ത്രി പ്രതിപക്ഷത്തോട് പറഞ്ഞു. मेरी एक बात की आपत्ति है, भारत देश का शपथ लिया हुआ विदेश मंत्री यहाँ स्टेटमेंट कर रहा है, उस पर भरोसा नहीं है, उनको किसी और देश पर भरोसा है. मैं समझ सकता हूं उनकी पार्टी में विदेश का महत्व क्या है, मगर इसका मतलब ये तो नहीं है पार्टी की सारी चीजें यहाँ सदन में आकर थोपे. भारत के विदेश मंत्री पर भरोसा नहीं करोगे? ओथ लिया हुआ व्यक्ति यहाँ पर बोल रहा है, ही इज रिस्पॉन्सिबल. माननीय अध्यक्ष जी, इसीलिए ये वहां बैठे हैं और 20 साल तक वहीं बैठने वाले हैं. Honorable, താൻ ഇടപെട്ടാണ് വെടിനിർത്തൽ നടപ്പാക്കിയതെന്ന് ഡൊണാൾഡ് ട്രംപ് 26 തവണ പറഞ്ഞെന്ന് ചർച്ചയിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണെന്ന് ഗൗരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. ये नहीं कहा कि बेसारन में जहां पर 1000 लोग जाते हैं, खुशियां मनाते हैं, कैसे 5 दहशतगर्द वहां पर जाकर 26 लोगों की गोलियों से छलनी करते हैं. ये बात, ये सूचना रक्षा मंत्री ने नहीं दी. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ മൂന്നാം കക്ഷിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം, അത് പലതവണ വിദേശകാര്യമന്ത്രി സംസാരിക്കുന്നതിനിടയിലും പ്രതിരോധ മന്ത്രി സംസാരിക്കുന്നതിനിടയിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു കേട്ടു. അത് പ്രതിഷേധമായി തന്നെ ഉയർന്നു കേട്ടു. ഭരണപക്ഷ നിരയിൽ നിന്ന് ചിലർ ക്ഷുഭിതരാവുന്നതും അതുപോലെ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാവുന്നതുമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. ചർച്ച തുടരുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിലായി സഭയിൽ സംഭവിക്കുന്നത് ബൽറാം? റിജിത്ത്, ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അത് സഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിനാണ് വഴിവെച്ചത്. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം പ്രതിപക്ഷത്തിൻ്റെ കാലങ്ങളായി ഉന്നയിച്ച, കഴിഞ്ഞ 3 മാസമായി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അദ്ദേഹം എണ്ണി മറുപടി പറയുകയായിരുന്നു. അതിൽ പ്രധാനം ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടാണ്. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദവും ഉണ്ടായില്ല എന്നും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചത് അനുസരിച്ചാണ് യുദ്ധം അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചത് എന്നുമാണ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത്. ഇതുകൂടാതെ വൈകിട്ട് സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇക്കാര്യം ആവർത്തിച്ചു. ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഈ ഏറ്റുമുട്ടൽ അവസാനിക്കുന്നതിനായി യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല, ഫോൺ സംഭാഷണവും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. കൂടാതെ ഭീകരവാദത്തിനെതിരെ പ്രതിപക്ഷം സ്വീകരിച്ച സമീപനത്തിനെ ഉൾപ്പെടെ അദ്ദേഹം വിമർശിച്ചു. പ്രതിപക്ഷത്തു നിന്നും പ്രധാനമായും ചർച്ചകൾക്ക് നേതൃത്വം നൽകി തുടക്കം കുറിച്ചത് ഗൗരവ് ഗൊഗോയാണ്. അദ്ദേഹം ഉന്നയിച്ചത് 3 ആരോപണങ്ങളാണ് പ്രധാനമായും. അത് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായി, അതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമായത്. അതിൻ്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്കാണ്. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് എന്തുകൊണ്ട് ഭീകരരെ ഇതുവരെ പിടികൂടാനായില്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ. 26 തവണ ഡൊണാൾഡ് ട്രംപ് ഈ അവകാശവാദം ഉന്നയിച്ചു. അതിന് എന്താണ് വിശദീകരണം എന്നുള്ളതാണ്. ഈ ഒരു ആരോപണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് എങ്കിൽ ഈ യുവനിരയിൽ നിന്നും ഭരണപക്ഷത്ത് സംസാരിച്ച നേതാക്കൾ നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യം വെച്ചാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. റിജിത്ത്.
ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, സുരക്ഷാ വീഴ്ച ഉയർത്തിക്കൊണ്ട്, അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ മൂന്നാം കക്ഷി ഇടപെടലുമായി ബന്ധപ്പെട്ട അവകാശവാദം, ഇതൊക്കെ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, വിവിധ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുള്ള മറുപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.